എഴുത്തിലും വായനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുൻ അധ്യാപിക എല്ലാ ദിവസവും ഒരു പുസ്തകം വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതും. ഇത്തരത്തിലുള്ള ആസ്വാദനക്കുറിപ്പ് തന്റെ മുഖപുസ്തകത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് ശീലമാക്കിയിരിക്കുകയാണ് സർക്കാർ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയായ മേരി തോമസ്. മഴക്കാലമല്ലേ, മഹിമനം കുളിരും കാലമല്ലേ, മഴക്കാറിൻ മഷിയെഴുതും കാലമല്ലേ. വാഴച്ചാൽ GWLP സ്കൂളിൽ നിന്ന് 2018 വിരമിച്ച ശേഷം പുസ്തകം വായിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ലെന്ന് മേരി തോമസ് പറയുന്നു. 200-ലധികം കവിതകളും 12 കഥകളും എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത 30 കവിതകൾ പുസ്തകമാക്കി അടുത്ത മാസം പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. 110 പുസ്തകത്തിന്റെ ആസ്വാദനക്കുറിപ്പ് ഇതിനകം മുഖപുസ്തകത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാലസാഹിത്യമാണ് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ശാലിനി മേനോന്റെ മേഘമുത്തശ്ശിയാണ് പ്രിയപ്പെട്ട പുസ്തകമെന്ന് മേരി തോമസ് പറഞ്ഞു. ഞാനിപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ടപ്പോൾ ഒരു 110ഓളം ആസ്വാദനക്കുറിപ്പ് FBയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറേ കവിത എഴുതിയിട്ടുണ്ട്. 155 കവിതകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കവിതകൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പുസ്തകമാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം അതിൻ്റെ പ്രകാശനം ഉണ്ടാകും. ഇനിയും കുറച്ച് കവിതകളോടെ ഇങ്ങനെ ഞാൻ FBയിൽ ഇടാത്ത കുറച്ച് ഇരിപ്പുണ്ട്. അത് ചേർത്തിട്ടില്ല. ഇപ്പം ദിവസം വായിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്ന കവിതകളാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുമായി സംവദിക്കാൻ ഇഷ്ടപ്പെടുന്ന സന്തോഷവും സങ്കടവും കവിതകളിലൂടെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത്. എഴുത്തിനും വായനയ്ക്കും പ്രത്യേക സമയമില്ലെങ്കിലും പലപ്പോഴും രാത്രി 12 വരെ നീണ്ടുപോകുമെന്നും ഇത് കഴിഞ്ഞിട്ടേ ഉറക്കമുള്ളൂവെന്നും ഇവർ പറയുന്നു. പുസ്തക വായനയിലും ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിലും വിനോദം കണ്ടെത്തുന്ന മുൻ അധ്യാപികയ്ക്ക് എഴുത്തും വായനയുമാണ് പ്രിയപ്പെട്ട ലോകം. എത്ര നാൾ ഒരു കുടം തണ്ണീർ ചുമലിലേന്തുവാനിനി എത്ര നാൾ കാത്തിരിക്കണമിനി എത്ര നാൾ TCV ന്യൂസ് മാള.